പല ആളുകളും ആവശ്യപ്പെടുന്ന ഒരു ഇതാണ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതെ, ഇന്നത്തെ കാലത്ത് ക്രിപ്റ്റോ വേൾഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ക്രിപ്റ്റോ വേൾഡിലാണ് നമ്മൾ എല്ലാവരും കളിക്കുന്നുള്ളത്. അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഇത് അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ട്രസ്റ്റ് വാലറ്റാണ്. ഈ ട്രസ്റ്റ് വാലറ്റ് നമ്മളെ അക്കൗണ്ടുകൾക്ക് പുതിയ വാലറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ട്രസ്റ്റ് വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എല്ലാ ബിസിനസ്സുമായിട്ടും അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ ബിസിനസ്സിനും നമുക്ക് ഓരോ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏറ്റവും വിശ്വസമായിട്ടൊരു വാലറ്റ് അതാണ് ട്രസ്റ്റ് വാലറ്റ്. ആ ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെയാണ് നമുക്കൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിലോട്ട് പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അതത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെയാണ് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതാ മെയിൻ പേജിലോട്ട് പോവുകയാണ്. അവിടെ ഞാനിപ്പോൾ ഓൾറെഡി 1, 2, 3 വാലറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയൊരു വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ പ്ലസ് എന്ന് പറയുന്ന സിമ്പിളിൽ ഇപ്പോൾ ഞാൻ റൗണ്ട് കാണിച്ചിട്ടില്ല, അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ ക്രിയേറ്റ് വാലറ്റ് ഉണ്ടാവും, ഇമ്പോർട്ട് വാലറ്റ് ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റ് വാലറ്റാണ്, പുതിയൊരു വാലറ്റാണ് നമ്മൾ ക്രിയേറ്റ് അതിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ മാനുവൽ ബാക്കപ്പ് ചെയ്യുക. ഗോൾഡ് ബാക്കപ്പ്, മാനുവൽ ബാക്കപ്പ് ചെയ്യുക. മാനുവൽ ബാക്കപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അവിടെയൊക്കെ ടിക്ക് നമ്മൾ കൊടുക്കുക. അതൊക്കെ നമുക്ക് അഗ്രേ ചെയ്യുക, ടിക്ക് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഫ്രേസ് വരും. വേർഡ്സുകൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഡയറിലൊക്കെ കുഴിച്ച് വെക്കണം. കാരണം നമ്മുടെ മൊബൈൽ നഷ്ടമായി പോയാൽ നമുക്ക് വേറൊരു മൊബൈലിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ഈ ഫ്രേസുകൾ അതിപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആണ്. കാരണം അത് ഇമ്പോർട്ടൻറ്റ് ഫ്രേസ് ആയതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ആണ്. അത് നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അതിനുശേഷം അത് കറക്റ്റ് ചെയ്യാൻ വരും. അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അവിടെയുള്ള ഏത് വേർഡ്സാണ്, എത്രാമത്തെ വേർഡ്സാണെന്ന് ഇവിടെ കറക്റ്റ് ചെയ്യണം. അതിപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, ഇതിൻ്റെ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. കാരണം നമ്മുടെ ക്രിപ്റ്റോ വേൾഡിലുള്ള ഏതൊരു ബിസിനസ്സിനും ചെയ്യുമ്പോഴും നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഇപ്പോൾ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റ് പേര് പോലെ തന്നെ അത്രയും ട്രസ്റ്റായിട്ടുള്ള വാലറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾ കാണുക. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഇവിടെ ഓക്കെ, നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു പുതിയൊരു വാലറ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 4ാമത്തെ വാലറ്റിലേക്ക് നമ്മളിവിടെ പോയിരിക്കുകയാണ്. അതായത് 3 വാലറ്റാണ് എനിക്ക് ഓൾറെഡി ഉണ്ടായത്. ഇപ്പോൾ 4ാമത്തെ വാലറ്റാണ്. 4 വാലറ്റ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത്